ഇന്ന് ജൂലൈ 24. ഇന്ന് ഇൻ്റർനാഷണൽ സെൽഫ് കെയർ ഡേ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ 7 സെൽഫ് കെയർ ഹാബിറ്റ്സ് നമ്മൾ നോക്കാൻ പോവുകയാണ്. നമുക്കെല്ലാവർക്കും മറ്റുള്ളവരെ കെയർ ചെയ്യാനും അതുപോലെ തന്നെ എല്ലാവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഒക്കെ സമയമുണ്ടാവും അല്ലേ? അതല്ലാണ്ട് സ്വന്തമായി കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് സെൽഫ് കെയർ അവർ എന്നും ചെയ്യുന്ന കാര്യമായിരിക്കും. പലപ്പോഴും സ്വയം മറന്നു പോകുന്ന ആളുകൾക്കുള്ള സെൽഫ് കെയർ ഹാബിറ്റ്സ് ആണ് ഇവിടെ പറയുന്നത്. ഈ സെൽഫ് കെയർ ഹാബിറ്റ്സ് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ലൈഫ് കുറേ ഇമ്പ്രൂവ് ആവും. സ്വയം പരിചരിക്കുക എന്നുള്ളത് സ്വാർത്ഥതയില്ല, അതൊരാവശ്യമാണ്. ദിവസവും വെറും കുറച്ച് മിനിറ്റുകൾ നിങ്ങൾക്കായി മാറ്റിവെച്ചാൽ നിങ്ങളുടെ ശരീരവും മനസ്സും ജീവിതവും കൂടുതൽ സന്തോഷകരമാക്കാം. ഇന്ന് എല്ലാവരും പിന്തുടരേണ്ട 7 സെൽഫ് കെയർ ശീലങ്ങൾ പരിചയപ്പെടാം. ദിവസവും മതിയായ വെള്ളം കുടിക്കുക. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആവശ്യമായ ഒന്നാണ് വെള്ളം. എല്ലാവർക്കും അറിയാമല്ലോ. വെള്ളം കുടിക്കുന്നതുകൊണ്ട് എന്തൊക്കെ ഉപകാരങ്ങളുണ്ട്. ക്ഷീണം കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. ചർമ്മത്തിന് അത് ഗുണം ചെയ്യും. ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ സുഗമമാക്കും. നമ്മുടെ ലക്ഷ്യം എന്താണ്? ദിവസവും ആവശ്യത്തിന് വെള്ളം കുടിക്കുക. ഇനി രണ്ടാമത്തെ സെൽഫ് കെയർ ഹാബിറ്റ്. നമ്മുടെ ശരീരം പല സമയത്തും നമുക്ക് മൂവ്മെൻറ്റിന് പ്രയാസങ്ങളുണ്ടാവും അല്ലേ? പ്രായമാകുമ്പോൾ ഉണ്ടാവും, ചിലർക്ക് ഏർലി സ്റ്റേജസിലുണ്ടാവും. എന്നുവെച്ചാൽ ചെറിയ കുട്ടികൾക്കല്ല കേട്ടോ, അങ്ങനെയല്ല പറയുന്നത്. അതായത് ഒരു ഏർലി 40s അങ്ങനെയൊക്കെ. അപ്പം ചിലപ്പോൾ മടിയും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവർക്കും ജിമ്മിലൊന്നും പോയി അങ്ങനെ കാശ് ചിലവാക്കാനൊന്നും ഉണ്ടാവില്ല. ജിമ്മിൽ പോകുക എന്നുള്ളത് നമുക്ക് ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്, ലക്കിയാണല്ലേ ജിമ്മിൽ പോകാൻ പറ്റുക എന്നുള്ളതൊക്കെ. പക്ഷെ എല്ലാവർക്കും പറ്റണ ഒരു മൂവ്മെൻറ്റ് കാര്യങ്ങൾ ഞാൻ പറയാം. നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. 20 മുതൽ 30 മിനിറ്റ് വരെ നടക്കുക. എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ്. വീടിനകത്ത് പോലും നടക്കാം. സ്ട്രെച്ചിങ് ചെയ്യുക. കുറേ നേരം ഒരേ ഇരിപ്പിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. ഇപ്പം തന്നെ നിങ്ങൾ കിടന്നുകൊണ്ടാണ് കേൾക്കുന്നതെങ്കിൽ നടന്നുകൊണ്ട് കേൾക്കുക, അല്ലെങ്കിൽ നമ്മളിരിക്കുകയാണെങ്കിൽ കഴുത്തൊന്ന് സ്ട്രെച്ച് ചെയ്യുക, അങ്ങനെ ചെയ്യാം. ഇനി നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് യോഗ പരിശീലിക്കുക എന്നുള്ളത്. ഇത് ശരീരത്തിനും മനസ്സിനും ഗുണം ചെയ്യും. ഇനി മൂന്നാമത്തെ ഹാബിറ്റ്, ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക. ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കുക. പോഷക സമൃദ്ധമായ ഭക്ഷണം തിരഞ്ഞെടുക്കുക. നമ്മൾ പച്ചക്കറികൾ ഉൾപ്പെടുത്തണം. പഴങ്ങൾ, പരിപ്പ് വർഗ്ഗങ്ങൾ, ഹോൾ ഗ്രെയിൻസ് എല്ലാം അങ്ങനത്തെ കാര്യങ്ങൾ ഉൾപ്പെടുത്തുക. അതേസമയം പഞ്ചസാരയും അമിതമായിട്ട് പ്രോസസ്സ് ചെയ്ത ഫുഡും ഒഴിവാക്കുക. ആവശ്യത്തിന് ഉറങ്ങുക. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. നമ്മളെപ്പോഴും സ്കിപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ആവശ്യത്തിന് ഉറങ്ങുക എന്നുള്ളത്. മതിയായ ഉറക്കം ശരീരത്തിനും തലച്ചോറിനും ആവശ്യമാണ്. എല്ലാ ദിവസവും ഏകദേശം ഒരേ സമയത്ത് ഉറങ്ങാൻ ശ്രമിക്കുക. ഉറങ്ങുന്നതിന് മുൻപ് മൊബൈൽ ഉപയോഗം കുറയ്ക്കാനും നോക്കുക. മനസ്സിന് വിശ്രമം നൽകുക എന്നാണ് അഞ്ചാമത്തെ ഹാബിറ്റ്. ദിവസവും 10 മുതൽ 15 മിനിറ്റ് വരെ മെഡിറ്റേഷൻ, അതുപോലെ തന്നെ ബ്രീത്തിങ് എക്സസൈസൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. പ്രാർത്ഥിക്കുക, ശാന്തമായിരിക്കുക. ഇവയെല്ലാം മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. ഇനി ആറാമത്തെ കാര്യം, ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യുക. എല്ലാ ദിവസവും കുറച്ച് സമയം നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യത്തിനായി മാറ്റിവെക്കൂ. ഉദാഹരണം, പുസ്തകം വായിക്കുക, സംഗീതം കേൾക്കുക, ചിത്രരചനയിൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ ചിത്രരചനയിൽ ഏർപ്പെടുക, ഗാർഡനിങ് ചെയ്യാം, കവിത എഴുതാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ കവിത എഴുതാം. ഇനി ഏഴാമത്തെ കാര്യം എന്തായിരിക്കും? ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് സെൽഫ് ലവ്, അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മളെപ്പോഴും സ്വയം കുറ്റപ്പെടുത്താൻ ശ്രമിക്കാറുണ്ടല്ലേ? അതിനു പകരം സ്വയം ഇൻസ്പിറേഷൻ കൊടുക്കുക, സ്വയം പ്രോത്സാഹിപ്പിക്കുക. ഓരോ ദിവസവും നന്ദിയുള്ള 3 കാര്യങ്ങൾ ഓർക്കാൻ ശ്രമിക്കുക. ഇത് ജീവിതത്തെ കൂടുതൽ പോസിറ്റീവായി കാണാൻ സഹായിക്കും. 7 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞാലേ. ഇനി എൻ്റെ വക ഒരു പ്രോ ടിപ്പ് കൂടി പറയാം. നമ്മൾ ചിലരുടെ അടുത്ത് ബൗണ്ടറി കീപ്പ് ചെയ്യാനായിട്ട് മറക്കുമല്ലേ? അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ബൗണ്ടറി കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. നമ്മൾ പലപ്പോഴും
നമ്മുടെ കിച്ചണിൽ സിമ്പിളായിട്ടൊരു കാര്യം പറയാണ്. നമ്മുടെ കിച്ചൺ സിങ്കിലൊക്കെ ഒരു സീവ് ഉണ്ടാവും, ഒരു അരിപ്പ് പോലെ ഉണ്ടാവും. അതെന്തിനാ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അങ്ങോട്ട് ഫിൽട്ടർ ചെയ്ത് അപ്പുറത്തേക്ക് പോകാണ്ടിരിക്കാം. പക്ഷെ നമ്മളുടെ സ്വന്തം കാര്യത്തിൽ മനസ്സിൽ എല്ലാം കയറ്റിവിടും. എല്ലാ കാര്യങ്ങളും ആളുകൾ പറയുന്ന എല്ലാം ഒരു ഫിൽട്ടർ ഇല്ലാണ്ട് കയറ്റിവിടും. പലപ്പോഴും അത് നമുക്ക് സങ്കടമാവുകയും ചെയ്യും. അപ്പം അതേസമയം എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം മനസ്സിലോട്ട് എടുത്താൽ മതി. ബാക്കിയുള്ളതൊക്കെ ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യുക തന്നെ വേണം. പലരും കുറ്റപ്പെടുത്താൻ ശ്രമിക്കും, ഒറ്റപ്പെടുത്താൻ ശ്രമിക്കും, നമ്മളെ നെഗ്ലക്റ്റ് ചെയ്യാൻ ശ്രമിക്കും. ആ ഒരു സമയത്തൊക്കെ നമ്മുടെ വിൽ പവറാണ് നമ്മളെ കാത്തുരക്ഷിക്കുന്നത്. അതും ഒരു സെൽഫ് പവറിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്, സെൽഫ് കെയറിങ് ആയിട്ടുള്ളൊരു ഹാബിറ്റാണ്. സെൽഫ് കെയർ എന്നത് വലിയ ചിലവുള്ള കാര്യമൊന്നുമല്ല. ചെറിയ നല്ല ശീലങ്ങളാണ് വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. ഈ 7 ശീലങ്ങളിൽ ഏതാണ് നിങ്ങൾ ഇന്നു മുതൽ ആരംഭിക്കാൻ പോകുന്നത്? കമൻറ്റിൽ പറയണേ. ഇത്തരത്തിലുള്ള ആരോഗ്യകരവും പ്രചോദനാത്മകവുമായ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.